ചേലക്കരയിലെയും വയനാട്ടിലെയും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം നന്നേ കുറഞ്ഞുവെങ്കിലും ചേലക്കര നിയോജക മണ്ഡലത്തിലെ പോളിംഗ് അത് തെറ്റില്ലാത്ത രീതിയിൽ നടന്നിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണെങ്കിലും രണ്ട് സ്ഥലത്തെയും ഉപതെരഞ്ഞെടുപ്പിനോട് വോട്ടർമാർ വലിയ താല്പര്യം കാണിച്ചില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അല്പമെങ്കിലും ആളുകൾ കൂട്ടത്തോടെ ഈ തിരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് എത്തിച്ചേർന്നതും ആ വോട്ടെടുപ്പ് കഴിയുന്ന ആ സമയത്താണ്. യഥാർത്ഥത്തിൽ നിഷ്പക്ഷവാദികൾ ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും അതേപോലെ തന്നെ കേരളത്തിലെ പലയിടങ്ങളിലും ഈ നടമാടിയ രാഷ്ട്രീയ മലീമസമായിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ മനമെടുത്ത പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു എന്ന് വേണം അനുമാനിക്കാൻ. മാത്രമല്ല, ഈ ഉപതെരഞ്ഞെടുപ്പ് അത് വോട്ടർമാരുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണെന്നൊരു ആക്ഷേപവും വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടായിരുന്നുവല്ലോ. കൂടാതെ പട്ടികജാതി സംവരണ മണ്ഡലമായിട്ടുള്ള ചേലക്കരയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വൻതോതിൽ പണമിറക്കുന്നുവെന്നൊരു ആക്ഷേപവും ആരോപണവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വരികയുമാണ്. എന്നാൽ അത് അക്ഷരം പ്രതി ശരിവെക്കുന്നതായിരുന്നുവല്ലോ ചേലക്കരയിൽ ഒരു കാറിൽ കൊണ്ടുവന്ന രേഖകളില്ലാത്ത പണം അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടികൂടിയത്. ഇത് LDFന് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് UDFും അല്ല, അത് BJPക്ക് വേണ്ടി BDJS മുഖാന്തരം കൊണ്ടുവന്ന പണമാണെന്ന് LDFും അതുമല്ല, ഈ കള്ളപ്പണം വോട്ടർമാർക്ക് വിതരണം ചെയ്യുവാൻ UDF പാലക്കാട്ട് എത്തിച്ചതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ചേലക്കരയിലേക്കുള്ള ഒരു വിഹിതമായിരുന്നുവെന്ന് NDAയും പരസ്പരം ആരോപണം ഉന്നയിക്കുകയാണ്. എന്നിരുന്നാലും ഒരു കാര്യം സത്യമാണ്, ഇന്നുവരെ ഇല്ലാത്ത തോതിലുള്ള ഒരു പണം വിതരണവും അതേപോലെ മദ്യം വിതരണവുമാണ് ചേലക്കരയിൽ ഈ തവണ ഉണ്ടായിട്ടുള്ളത്. ഈ ചെയ്തികൾക്ക് ഒരു പാർട്ടിയും പിറകിലുമല്ല. CPMും കോൺഗ്രസും BJPയും വളരെ തകൃതിയായി തന്നെ വോട്ടർമാരെ സ്വാധീനിക്കുവാൻ വൻതോതിൽ മദ്യവും പണവും ഇറക്കി എന്നാണ് വിവരം. പ്രധാനമായും പട്ടികജാതി കോളനികളും അതേപോലെ മറ്റ് പിന്നോക്ക ദാരിദ്ര്യ മേഖലയിലൊക്കെ ചാർട്ട് ചെയ്താണ് ഇത് ചെയ്തിട്ടുള്ളത്. 3 പാർട്ടിയെ കൂടാതെ PV അൻവർ MLAയുടെ DMKയും അവർ ഈ പണമിറക്കി എന്നാണ് വിവരം. അൻവറിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ സുധീർ മത്സരിക്കുന്നതിനാൽ ഒരു കന്നി മത്സരമെന്ന നിലയിൽ അവരുടെ വോട്ടും ആ ഒരു പകിട്ടുമൊന്നും കുറയാൻ പാടില്ല എന്നൊരു തിരിച്ചറിവിൽ തന്നെയാണ് അൻവർ വൻതോതിൽ ചേലക്കരയിൽ ഇങ്ങനെ പണം ഒഴുക്കിയിട്ടുള്ളത്. അൻവറിന്റെ പാർട്ടിയുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടി ആയതിനാലാണത് ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ളത്. 4 പാർട്ടിയിൽ നിന്നും പണവും മദ്യവും കൈപ്പറ്റിയവരും ചേലക്കരയിലുണ്ട് താനും. രാത്രിക്ക് രാത്രി ഇങ്ങനെ നിലപാട് മാറ്റിയ അല്ലെങ്കിൽ നിലപാട് മാറ്റുവാൻ ആ പഴയ കാലത്തെ ആ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കലിൻ്റെ ആ പരമാവധി എല്ലാ ഏർപ്പാടും ഈ തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ നടന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. ഒരുപാട് പേർക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു ചാകരയുമായിരുന്നു. ഇനി വോട്ടെണ്ണുന്ന നവംബർ 23-നാണ് വിതരണം ചെയ്ത പണത്തെ ചൊല്ലിയുള്ള അത്തരം കഥകൾ പുറത്തു വരുന്നതും ഇത് വിതരണം ചെയ്തവർ അവരെ ലഭ്യരായിട്ടുള്ള കാഴ്ചകളും നമുക്ക് കാണേണ്ടി വരുന്നതും.